ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഉദ്യോഗപർവം തുടരുന്നു. രണ്ടു ജാതികൾ പരപ്രത്യയകാരികളായുണ്ടതും രണ്ടു കേട്ടുകൊള്ളുക നരപതേ. ചേർക്കന്മാരെല്ലാമൊക്കെ കാമിത കാമിനിമാർ, മൂർഖന്മാരെല്ലാമൊക്കെ പൂജിത പൂജകന്മാർ. രണ്ടുണ്ടു ശരീരത്തെ ശോഷിപ്പിച്ചിടുവാനായി കണ്ടകജാതികൾ കേൾക്കണമോ നരപതേ. നിർധനൻ കാമിക്കയും അസ്വാമി കോപിക്കയും പൃഥ്വീന്ദ്ര ചൊല്ലിടുവൻ കേൾക്കണമെങ്കിലിന്നും. രണ്ടുപേരുണ്ടല്ലോ സ്വർഗത്തിനു മേലെ ലോകെ, കുണ്ഠത നീക്കി സുഖിച്ചിടുന്നു സദാകാലം. പ്രഭുവാകിലും ക്ഷമാപരനായിരിപ്പോനും വിഭവഹീനൻ ദാനശീലനായിരിപ്പോനും. അർത്ഥത്തിനതിക്രമമായിട്ടു രണ്ടുണ്ടല്ലോ നിത്യം ന്യായാർജിതമാം ദ്രവ്യമെന്നിരിക്കലും. പ്രതിപത്തിയും അപാത്രത്തിങ്കൽ പാത്രത്തിങ്കൽ അതിനെ പോലെ പുനരപ്രതിപാദനവും. മൂന്നുപേരധനന്മാരാകുന്നതവനിൽ മൂന്നുപേരെയും അഹം വെവ്വേറെ ചൊല്ലാമല്ലോ. ഭൃത്യനില്ലാതവനും പത്നിയില്ലാതവനും പുത്രനില്ലാതവനും എത്രയും ദരിദ്രന്മാർ. നാലുണ്ടു രാജാവിനാൽ വർജ്യങ്ങളായിട്ടവ നാലും പണ്ഡിതന്മാരായുള്ളവരറിഞ്ഞിടും. അല്പപ്രജ്ഞന്മാരോടും ദീർഘസൂത്രന്മാരോടും എപ്പോഴും അലസന്മാരോടും ചാരണരോടും കൂടി രാജാവ് കാര്യമന്ത്രത്തെ ചെയ്തിടരുതാടൽ പൂണ്ടുഴന്നിടുമാറോ വന്നിടുമെന്നാൽ. നാലുപേരെയും ചെയ്മാനെങ്കിലോ ഗൃഹസ്ഥൻ തന്നാലയത്തിങ്കൽ കൂടെ വെച്ചു പാലിച്ചിടേണം. ജ്ഞാതിയാം അവനതിശ്രാന്തനായി വരികിലും നീതിമാൻ കുലശ്രേഷ്ഠൻ നിസ്വനായി വരികിലും. പുത്രനില്ലെങ്കിൽ സ്വസ്വാമിനെയും നിജസഖി അത്യർത്ഥം ദരിദ്രനായി വരികിലവനെയും. പണ്ടു ദേവേന്ദ്രനോടാചാര്യനാം ബൃഹസ്പതിയുണ്ടു നാലുപദേശം ചെയ്തിട്ടുന്നതും ചൊല്ലാം. ദേവതാ സങ്കൽപ്പവും ബുദ്ധിമാന്മാരിൽ അനുഭാവവും വിദ്വാൻമാരോടേറ്റവും വിനയവും. പാപകർമ്മണം വിനാശത്തെയും ഇവ നാലും താപത്തെ അണയാതെ കളഞ്ഞിടുവാനുള്ളൂ. അഞ്ചുണ്ടു രക്ഷിക്കേണ്ടും അഗ്നികൾ ഗൃഹസ്ഥനതഞ്ചും വെവ്വേറെ കേട്ടുകൊള്ളുക ധരാപതേ. താതനും ജനനിയും ആത്മാവും അഗ്നിതാനും പ്രേതനാമാചാര്യനും അഞ്ചിതെന്നറിഞ്ഞാലും. അഞ്ചുപേരെയും പൂജിച്ചിടിന പുരുഷനാൽ സഞ്ചിതം യശസ്സെന്നതറിക ധാത്രീപദേ. ഭൃത്യന്മാർ സന്യാസികൾ ദേവകൾ പിതൃക്കളും നിത്യമാഗമിച്ചിടും അതിഥി ജനങ്ങളും. ദോഷങ്ങളാറുണ്ടകലെ കളയേണ്ടുന്നവ ദോഷജ്ഞോത്തമ ഭൂമിപാലക കേട്ടിടേണം. നിദ്രയും തന്ത്രിഭയം ക്രോധവും ആലസ്യവും പ്രത്യഹം ദീർഘസൂത്രത്വത്തെയും ത്യജിക്കേണം. ബുദ്ധിമാനിവയാറുപേരെയും ഉപേക്ഷിക്കും അബ്ധിയിൽ സംഭിന്നയാം തരിയെ പോലെ തന്നെ. അപ്രവക്താവാമാചാര്യനെയും സദാകാലം അപ്രിയ വാദിനിയായിടിന ഭഗ്നിയെയും അധ്യയനം ചെയ്യാതെ ശിഷ്യനാം അവനെയും സത്വരം അവരക്ഷിതാവായ രാജാവിനെയും ഗോപാലൻ ഗ്രാമകാമനായിടില്ലവനെയും നാവിതൻ വനകാമനായിടിലവനെയും ആറുണ്ടു ഗുണമുപേക്ഷിക്കരുതാതെ പുംസാമാറും ചൊല്ലുവൻ
സത്യം ദാനവും അനാലസ്യം അനസൂയയും ക്ഷമ ധൃതിയും ഇവയെല്ലാം മനസാ ചിന്ത ചെയ്തു ധരിച്ചു കൊള്ളുക വേണം. 6 പേരുണ്ടു ജീവിച്ചിടുന്നിതനാരതം 6 പേരിലും പിന്നെ 7ാമതാരുമില്ല. തസ്കരൻ പ്രമത്തങ്കൽ വൈദ്യൻ വ്യാധിതങ്കലും മൈക്കണ്ണിമാരെല്ലാരും കാമയാനന്മാരിലും യാചകന്മാരെല്ലാരും യജമാനന്മാരിലും രാജാവു വിപദമാനന്മാരാം അവരിലും വിദ്വാൻമാരെല്ലാം നിത്യം മൂർഖന്മാരിലുമല്ലോ നിത്യവും ജീവിക്കുന്നു ഭൂപാല ശിഖാമണേ. ദോഷങ്ങൾ ഉപേക്ഷിക്കേണ്ടുന്നവ രാജാവിനാൽ 7 സപ്തം വ്യസനങ്ങളെന്നല്ലോ ചൊല്ലു. പരസ്ത്രീ ജനസേവ ദേവനം മൃഗയയും വിരക്തി വരാതൊരു മദ്യപാനവുമേറ്റം വാക്പാരുഷ്യവും ദണ്ഡപാരുഷ്യമാകുന്നതും വായ്പോടു നിത്യമർത്ഥദൂഷണം ചെയ്യുന്നതും നാശം വന്നടുത്തിരിക്കുന്ന രാജാവുതനിക്കാശു മുമ്പിലേയുണ്ടാമെട്ടു കാരണങ്ങളും. ബ്രാഹ്മണദ്വേഷം മുമ്പിൽ ബ്രാഹ്മണ വിരോധവും ബ്രാഹ്മണസ്വങ്ങൾ ഉപദാനം ചെയ്തിടുകയും ബ്രാഹ്മണരെ തന്നെ ഹിംസിക്കയും അതുമൂലം ബ്രാഹ്മണ നിന്ദ ഹേതുവായിട്ടു രമിക്കയും ബ്രാഹ്മണ പ്രശംസ കേൾക്കുന്ന നേരം അക്ഷാന്തിയും ബ്രാഹ്മണരെ കൂടാതെ നിത്യാനുഷ്ഠാനങ്ങളും ബ്രാഹ്മണരപേക്ഷിക്കും നേരം അഭ്യസൂയയും ബ്രാഹ്മണ ശാപത്തിനു കാരണമിവയെല്ലാം ആവോളം വിചാരിച്ചു മുൻപിലെ കളയേണമാപതിൽ ഇവയകപ്പെട്ടാൽ ഒന്നാർക്കും പിന്നെ 8 വസ്തുക്കളിവയുണ്ടേറ്റം പ്രമോദത്തെ പുഷ്ടമാക്കിയിടുവാനായി മർത്യനു പൃഥ്വീപതേ തന്നെ സഖികളോടുള്ളൊരു സമാഗമം പിന്നെ 8 അതിയായിട്ടുള്ളൊരു ധനാഗമം ധന്യനാം തനയനാലുള്ളൊരു പരിഷ്വംഗം സന്നിപാതവും സുരതിങ്കലൊരുപോലെ കാലാതിക്രമ വിരഹേ നിജപ്രിയാലാപം മാലോകർ കൂടുന്നേരം തന്നിലെ സമ്മാനവും തന്നെ ജാതി തന്നെ കൊണ്ടുള്ള സമ്മാനവും തന്നാൽ പണ്ടഭിപ്രേതമായതിനുടെ ലാഭം എന്നിവ 8 സദ്യസമ്മോദം വളർത്തിയിടും മന്നവർ കുലമകുടത്തിൻ നായകക്കല്ലേ. ക്ഷേത്രജ്ഞൻ തന്നാൽ അധിഷ്ഠിതമായിരിക്കും ഈ ക്ഷേത്രത്തെ നവദ്വാരം പഞ്ചസാക്ഷികമെന്നും ക്രിസ്തൂണമെന്നും അറിയുന്നവൻ മഹാവിദ്വാൻ എത്രയും അവൻ ക്ഷേത്രജ്ഞവേദിയല്ലോ. 10 പേരുണ്ടു ഭുവി ധർമ്മത്തെ അറിയാതെ മത്തനും പ്രമത്തനും ക്രുദ്ധനും ഉന്മത്തനും ചിന്താശ്രാന്തനും ത്വരമാണനും ബുഭുക്ഷിതൻ ലുബ്ധനും ഭീരുതാനും കാമിയായുള്ളവനും ആകയാൽ ഈ വണ്ണമെല്ലാമുള്ള ഭാവങ്ങളാൽ ഏകനിഷ്ഠയാ വിദ്വാനില്ലേതും പ്രമാദങ്ങൾ. പുത്രാർത്ഥം പുരാ സുധന്വാവിനാൽ ഗീതമാകും ചിത്രമാമിതിഹാസം കേട്ടിട്ടില്ലയോ ഭവാൻ. ഉദ്ധത ജനവേഷം കൈക്കൊണ്ടിടരുതല്ലോ കഥനം ചെയ്തിടരുതാത്മപൗരുഷത്തെയും തന്നെ സുഖത്തിങ്കൽ മോദിച്ചിടരുതൊട്ടു മഞ്ഞ ദുഃഖത്തിങ്കലുണ്ടാകേണം കരുണയും. ദത്തമായതു ചിന്തിച്ചനുതാപവും അരുതുത്തമനെങ്കിലത് ചൊൽകയുമരുതല്ലോ. ദേശാചാരവും ജാതിധർമ്മവും ചെയ്തിടേണമാശു വർജിച്ചിടേണം ദുർജന വിവാദവും ദമ്പമത്സരം മോഹം പൈശൂന്യം പാപകൃത്യം സംപ്രതി വർജിക്കേണം ഭൂപതി ദുഷ്ടനെയും. മത്തോന്മത്തന്മാരോടും ഉത്തരം പറയരുതുത്തമന്മാരെ പുരസ്കരിച്ചു നടക്കേണം. സഖ്യവും വിവാഹവും വ്യവഹാരവും തനിക്കൊക്കും
ഒട്ടാഭിജാത്യമുള്ളവരോടു വേണം, ഹീനന്മാരോടുകൂടി സംസർഗമരുതൊട്ടും ദാനവും ചെയ്തിടേണം ആശ്രിതന്മാർക്കു നിത്യം. ഭൂപതേ തപനിയോഗത്തെയും പാലിച്ചേറ്റം താപത്തെ പൂണ്ടുവാഴും പാണ്ഡവൻ തൻ്റെ രാജ്യം പാതിയും കൊടുപ്പതു ധർമ്മമതല്ലായിൽ ഖേദവും വരും ഭവാനേറ്റമെന്നറിയണം. നല്ല വാക്കുകൾ തവ കേട്ടാലില്ലലംഭാവം ചൊല്ലിനിയും നീ എന്നിതു ധൃതരാഷ്ട്രം. ചൊല്ലിയ നേരമതിനുത്തരം വിതുരരും ചൊല്ലിനാൻ മനോഹരമായുള്ള വാക്കുകളാൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം